ജമ്മു കാശ്മീരിൽ ഭീകര സാന്നിധ്യം കണ്ടിട്ട് 2-3 ദിവസമായി. അതിന് പിന്നാലെ തുടർച്ചയായി സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. നുഴഞ്ഞുകയറിയ ഭീകരരെയാണ് വധിച്ചത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഉണ്ടായി. ഹിരാനഗറിൽ അതിർത്തിക്കടുത്ത വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ 5 ദിവസമായി പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, ഒരുപക്ഷെ ഹൈവേയിലടക്കം ഹൈ അലർട്ട് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പതിവായി നമ്മൾ മുൻപ് കേൾക്കുമായിരുന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ തീവ്രതയല്ല ഉള്ളത്. ഭീകരരുടെ സാന്നിധ്യമുണ്ട്. അവരെ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന സൈന്യത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉറച്ച തീരുമാനമാണ് പിന്നിൽ, അല്ലേ? നമസ്തേ, ഗുഡ് മോർണിംഗ്. ചൂണ്ടിക്കാട്ടിയതുപോലെ ജമ്മു കാശ്മീരിൽ കത്വ മേഖലയിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്, പരിശോധനയും തുടരുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി കൃഷ്ണരാജ് തന്നെ പറഞ്ഞതുപോലെയും അതിർത്തിയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരരാണ്. പക്ഷേ വൻ ആയുധശേഖരവുമായാണ് ഭീകരർ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഭീകരർ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പരിശോധനാ മേഖലയിൽ തുടരുന്നു. ഒപ്പം ജാഗ്രതാ നിർദ്ദേശം ജമ്മു സെക്ടറിൽ പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം നിയന്ത്രണ രേഖയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് പരിശോധന നടത്തി വരികയാണ്. നേരത്തെ ഒരു IB റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചത് പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ഒപ്പം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരെ ജമ്മു കാശ്മീരിലേക്ക് എത്തിച്ച് സാധാരണക്കാർക്കിടയിൽ ഭീകരാക്രമണം നടത്തുകയും ജനങ്ങളെ ഭയപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുവാനുമുള്ള ഗൂഢാലോചന പാക് ചാരസംഘടനയായിട്ടുള്ള ISI നടത്തി എന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിൽ അതിശക്തമായ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ആ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച കത്വയിൽ ഹീരാനഗർ മേഖലയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ നടന്നു. ആ ഏറ്റുമുട്ടലിനൊടുവിൽ ഹീരാനഗറിലെ വനമേഖലയിലേക്ക് ഈ ഭീകരർ ഒളിക്കുകയായിരുന്നു. അവിടെ അതിശക്തമായ പരിശോധന ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം ജമ്മു കാശ്മീർ പോലീസും CRPFും സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളും സംയുക്തമായി പരിശോധന നടത്തി വരികയാണ്. അതിനിടയിലാണ് ഹീരാനഗർ വനമേഖലയിൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ദൂരത്തിൽ ഭീകരരുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. അവിടേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് പ്രത്യേക ഓപ്പറേഷൻ നടത്തി. ആ പ്രത്യേക ഓപ്പറേഷനിലാണ് 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഏറ്റുമുട്ടലിൽ രാജ്യത്തിന് 3 ഉദ്യോഗസ്ഥരുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. ജമ്മു കാശ്മീർ പോലീസിലെ 3 ഉദ്യോഗസ്ഥരാണ്. അത് താരിഖ് അഹമ്മദ്, ജസ്വന്ത് സിംഗ്, ബൽവീന്ദർ സിംഗ് എന്നീ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളത്. കൂടാതെ 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സൈനികരെ ജമ്മുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് ഭീകരരെ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഭീകരരുടെ കയ്യിൽ വൻ ആയുധശേഖരം ഉള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടും ഒപ്പം മറ്റു മേഖലകളിൽ അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുമാണ് സൈന്യത്തിന്റെ ഈ നടപടികൾ മുൻപോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട റോഡുകൾ ജമ്മു ശ്രീനഗർ ദേശീയപാതയാണെങ്കിലും മറ്റ് നിയന്ത്രണ രേഖയോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ നിരീക്ഷണവും പരിശോധനയും ഇപ്പോൾ സൈന്യം നടത്തി വരുന്നു. ജമ്മു സെക്ടറിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏത് രീതിയിലുള്ള അക്രമവും ഭീകരർ നടത്താം. ഈ വനമേഖലയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് കടക്കാൻ ഭീകരർക്ക് സാധിച്ചാൽ സാധാരണക്കാർക്കിടയിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് ഭീകരാക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഒപ്പം ഭീകരരെ പൂർണ്ണമായും അവസാനിപ്പിക്കാനുമുള്ള നടപടിയാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുവരെയുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചു. മേഖലയിൽ ഇനിയും 4 ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് സൈന്യത്തിന്റെ നിഗമനം. അതുകൊണ്ട് പ്രദേശത്തേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തി. ജമ്മു കാശ്മീർ പോലീസിലെ 3 ഉദ്യോഗസ്ഥർക്കാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളത്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള ഒന്നുകിൽ ലഷ്കർ ഇ തൊയ്ബ അതല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് നിഗമനം. അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പക്ഷേ നുഴഞ്ഞു കയറിയ പാക് ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്, കത്വയിൽ ഏറ്റുമുട്ടൽ രൂക്ഷമാണ്. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ഒപ്പം 3 ഭീകരരെയും വധിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള
ഭീകരരാണ് നുഴഞ്ഞു കയറിയത് എന്ന വിലയിരുത്തലിലാണ് സൈന്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.